അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം. കാരണം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ലല്ലോ. കാരണം ഞാൻ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് എക്സാംസ് വേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ മാക്സിമം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ലൈക്കും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദ പോൾ ഇസ് ബക്ക് ഇസ് മോർ പവർഫുൾ ദാൻ ആറ്റം ബോംബ്സ്. അപ്പോൾ നമ്മുടെ പോൾ ഇസ് ബക്കിനെ സംബന്ധിച്ച് ഈ ഒരു ആറ്റം ബോംബിനെ കാട്ടി മോർ പവർഫുൾ ആയത് എന്താണെന്ന്. അപ്പോൾ അതിന് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഒരു ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് അല്ലേ? അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. എ ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ഇസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺസ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. പേൾ ഇസ് ബക്കിൻ്റെ ഒരു ചാപ്റ്റർ എന്നാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്കത് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉറപ്പാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എടുത്ത് എഴുതുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് എ ഹിന്ദു ലോയർ ഓഫ് അസൈലം ഗോട്ട് മാഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തോബ തേക് സിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്നാണ്. ഇതിലെങ്ങനെയാണ് അദ്ദേഹത്തിന് മാഡ് ആയിരിക്കുന്നത്? ആ ഒരു ഹിന്ദു ലോയറിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ലവ് ഫെയർ ഉണ്ടായിരുന്നു. ആ ഒരു കുട്ടി അദ്ദേഹത്തെ ചീറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ആ ഒരു ലവ് ഫെയിലിയറിലാണ് അദ്ദേഹത്തിന് മാഡായി പോയത്. ദ ഹിന്ദു ലോയർ ഇൻ ദ അസൈലം ഗോട്ട് മാഡ് ബിക്കോസ് എ ട്രാജിക് ലവ് അഫെയർ. He was terribly sorry that Amritsar became a part of India because the girl who loved in the Amritsar is there. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആ കുട്ടി ചീറ്റ് ചെയ്തുവെങ്കിലും ഇദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് ആ കുട്ടീനെ. അപ്പോൾ ആ ഒരു കുട്ടീൻ്റെ വീടെന്ന് പറഞ്ഞാൽ അമൃത്സറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടുപേരും രണ്ട് ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അറിയില്ല, ഇന്ത്യ പാകിസ്ഥാൻ ഒരു പാർട്ടീഷനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയണത്. രണ്ടുപേരും രണ്ട് സ്ഥലത്തായിപ്പോയി. അപ്പോൾ അതാണ് ഇദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിച്ചത്. A Hindu lawyer in the asylum went mad because a tragic love affair. He was terribly sorry by Amritsar because a part of India the girl he loved wasn't although from there. Although she had rejected him, he continued his loving. He crushed both of Hindu and Muslim leaders who caused in division of their country. എന്ന് വെച്ചാൽ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷനിൽ അദ്ദേഹം നല്ല രീതിയിൽ വിഷമിച്ചിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേർഡ്സ് വിച്ച് ആഡഡ് ടു ദ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ 42nd amendment. ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാമിന് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. The new words added to the preamble by 42nd Constitutional Amendment Act in 1976 are socialist, secure and integrity. അപ്പോൾ ഇത് മൂന്നുമാണ് ആ വേർഡ്സ് ആഡ് ആയത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും. ഇതേപോലെ ഈ ഒരു ചാപ്റ്റർ ഒന്ന് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു സമ്മറി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. എന്താ വെച്ചാൽ ഒബ്ജക്റ്റീവ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ബൈ ദ പ്രിയാമ്പിൾ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ബൈ ദ പ്രിയാമ്പിൾ. ഇതും കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലാണ് മറ്റേത് എഴുതുന്നത് കേട്ടോ. ആൻസർ എന്താണ്? സെക്യൂർ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എഴുതുക. അതേപോലെ തന്നെ വിച്ച് ന്യൂ വേർഡ്സ് ആഡഡ് ടു ദ പ്രിയാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 വേർഡ്സും സെക്യൂരിറ്റി, സോഷ്യലിസ്റ്റ് ആൻഡ് ഇന്റഗ്രിറ്റി എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ദ ലൈൻ ആൻഡ് ദെൻ ഇറ്റ്സ് ഡൺ. ഈ ഒരു ലൈൻ വന്നിരിക്കുന്നുണ്ട് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, അതിലെങ്ങനെയാണ് ട്രീസിനെ കട്ട് ചെയ്യുക, ഒരിക്കലും കട്ട് ചെയ്യരുതെന്നാണ് മെസ്സേജ് തരുന്നതെങ്കിലും എങ്ങനെയാണ് ട്രീസിനെ കട്ട് ചെയ്യാന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ആൻസർ നോക്കാം. ആൻഡ് ദെൻ ഇറ്റ് ഡൺ മീൻസ് ദ വർക്ക് കംപ്ലീറ്റ്, ദ ജോബ് ഈസ് ഫിനിഷ്. വൺസ് ദ ട്രീ ഈസ് പുൾഡ് ഔട്ട് വിത്ത് ദ റൂട്ട്സ് ദെൻ ഇറ്റ്സ് മെയ്ഡ് മാറ്റർ ഓഫ് സ്ക്രോളിംഗ് ആൻഡ് സ്കോച്ചിങ് ദ സൺ ആൻഡ് എയർ. Then it browned, hardened, twist and thinner and now killing process is completed. ഇതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ട്രീനെ കട്ട് ചെയ്യുമ്പോൾ വേരോടക്കനെ കട്ട് ചെയ്യണം, എന്നാലാണ് ആൻഡ് ഇറ്റ്സ് ഡൺ. വെച്ചാൽ വേരോടക്കനെ കട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ട്രീ പൂർണ്ണമായി മരിക്കുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും തളിരിട്ട് വരും. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് ഒരു പറയുന്നത് കേട്ടോ. ഇവിടെ ഇറ്റ് ഇൻ ദ സൺ ആൻഡ് എയർ എന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തെ വായും അതുപോലെ ഈ സൂര്യപ്രകാശമൊക്കെ ശ്വസിച്ചിട്ടൊക്കെ വളരുന്ന ഒരു ഇതാണ്. പെട്ടെന്ന് ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റില്ല. ഒരു ഹ്യൂമനെ ഒറ്റയടിക്ക് വേണമെങ്കിൽ കൊല്ലാം, പക്ഷെ ട്രീനെ ഒരിക്കലും ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റില്ല. അത് കൊല്ലുകയാണെങ്കിൽ ഇങ്ങനെ വേരോടക്കനെ കൊല്ലണം, വേരോടക്കനെ പുറത്ത് തള്ളണം, പുൾ ഔട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ നൗ ദെൻ ഇറ്റ് ഡൺ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഓൾ ദ ബീഡ്സ് ആർ ഗോൺ. അപ്പോൾ ഈ ഒരു എർത്തിൽ എല്ലാ ബീസ്റ്റും എനിമൽസും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇഫ് ഓൾ ദ ബീസ്റ്റ് ആർ ഗോൺ മാൻ വുഡ് ഡൈ ഫോർ ലോൺലിനെസ്. അതായത് എല്ലാ മൃഗങ്ങളും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ബീസ്റ്റും പോയി കഴിഞ്ഞാൽ ഈ ഒരു വേൾഡിൽ ഹ്യൂമൻസ് മാത്രമായി കഴിഞ്ഞാൽ ഹ്യൂമൻസ് മരിച്ചു പോകുന്നതാണ് പറയുന്നത്.
നമ്മളിപ്പോൾ ഫുഡ് സൈക്കിൾ പഠിച്ചിട്ടില്ലേ, അതായത് ഇപ്പോൾ ഒരെണ്ണത്തിനെ വിഴുങ്ങി കഴിഞ്ഞാൽ അടുത്തത് വേറെ ഇപ്പോൾ പാറ്റേനെ തവള തിന്നും, തവളനെ പാമ്പ് തിന്നും, ഒരു ഫുഡ് സൈക്കിൾ. അപ്പം അങ്ങനെ ഒരു ഹ്യൂമൻ സൈക്കിൾ തന്നെ നഷ്ടപ്പെടും. അപ്പം അവസാനം എന്തുണ്ടാവും, വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് വിൽ സൂൺ ഇറ്റ് ഹാപ്പൻ ടു ദ മാൻ. അപ്പം ഈ ഒരു അനിമൽസിന് എന്താണോ സംഭവിച്ചത്, അവരെങ്ങനെയാണോ മരിച്ചു പോയത്, അതേപോലെ തന്നെ അനിമൽസും മരിക്കുന്നതാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ആരോൺ റിയലൈസ് ദാറ്റ് ഹാഷ്ടാഗ് കുഡ് സേവ് ഹിം ലൈഫ്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഫ്ലാറ്റി ദ ഗോട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററത്തെയാണ്. നമുക്കറിയാം ഈ ആരോൺ എന്ന് പറയുന്നതാണ് സെൻട്രൽ ക്യാരക്ടർ, ഗോട്ടും. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. Aaron realized that haystack could save him life because in it the haystack would be always warm. In the haystack they would be never freeze. അപ്പോൾ ഈ ഒരു ഹെയർസ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈക്കോൽക്കൂനയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വൈക്കോൽക്കൂനയിൽ ഇത് ഈ ഒരു സ്റ്റോറി നടക്കുമ്പോൾ നല്ല വിന്റർ ഉണ്ടായിരുന്നു, നല്ല വിന്റർ ആയിരുന്നു. വിന്റർ ഈസ് മൈൽഡ് എന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമ്മറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു വൈക്കോൽക്കൂനയിൽ ഇരുന്ന് നല്ല ചൂട് കിട്ടും. അതുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലായത്, ആരോൺ റിയലൈസ് ദാറ്റ് ഹെയർസ്റ്റാക്ക് കുഡ് സേവ് ഹിസ് ലൈഫ്. കാരണം നല്ല ചൂടായിരിക്കും ഈ ഒരു വൈക്കോൽക്കൂനയുടെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആരോണിന് ഒരു റിയലൈസേഷൻ ഉണ്ടായത്. ഇൻ ദ ഹെയർസ്റ്റാക്ക് ദേ വുഡ് ബി നെവർ ഫ്രീസ്. ആ ഒരു വൈക്കോൽക്കൂനയുടെ ഉള്ളിൽ അവരൊരിക്കലും മഞ്ഞ് കട്ടയിട്ട് ഉറച്ചു പോവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ബ്രൂയിസ് ബി ജിന്നർ? അപ്പോൾ ഈ ജിന്നർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ബ്രൂയിസ് ജിന്നർ വാസ് എൻ അമേരിക്കൻ ടെലിവിഷൻ പേഴ്സണാലിറ്റി ആൻഡ് ഒളിമ്പിയൻ ഗോൾഡ് മെഡൽ വിന്നർ അത്ലറ്റ് ഇൻ 1976. അപ്പോൾ അദ്ദേഹം ഒരു ഒളിമ്പിയൻ ആയിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 18th ക്വസ്റ്റ്യൻ നോക്കാം. കമൻറ്റ് ഓൺ ദ സിലബസ് ഓഫ് വിൻഡോ, ദ സ്റ്റോറി ഓഫ് ആൻ അവർ. അപ്പോൾ സ്റ്റോറി ഓഫ് എ അവർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ. ഈ വിൻഡോന്റെ പ്രാധാന്യം അറിയില്ല. വിൻഡോ എന്തിനാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? ഫ്രീഡത്തിനെയാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് ആൻ അവർ, കേറ്റ് ചോപ്പിന്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പറയുന്ന നമ്മുടെ മിസ്സിസ് മല്ലാഡ് അല്ലേ, മിസ്സിസ് മല്ലാഡിന്റെ ഡെത്തിനെ സംബന്ധിച്ച് ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ അവൾക്ക് ഒരു ഹാപ്പിനെസ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ വിചാരിച്ച് അവൾക്ക് ഷോക്കായിരിക്കും. അവൾ ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ളൊരു പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും പറയരുത് എന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് ആണ് അവൾ ഇത് അറിയുകയാണ് ഈ ഒരു ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഫ്രീഡം, ആ ഒരു ഹസ്ബൻഡ് മരിച്ചപ്പോൾ അവൾക്ക് അവളുടെ പഴയ ഫ്രീഡം കിട്ടി. അവൾക്ക് മാരേജ് കഴിഞ്ഞതിന് ശേഷം അവളുടെ ഫ്രീഡം പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടിയെന്നുകൊണ്ട് ഈ ഒരു വിൻഡോയിലൂടെയാണ് ഈ ഒരു പോയിന്റ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒരു ചാപ്റ്ററിൽ. സോ നമ്മുടെ പോയിന്റ് റൈറ്റർ കേറ്റ് ചോപ്പിൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രീഡം നമുക്കറിയാമല്ലോ. ആ ഒരു ഫ്രീഡത്തിന്റെ ഒരു സിംബലൈസിങ് ചോദിക്കട്ടെ. നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രീഡത്തിൽ എന്താണ്, വിൻഡോസിലൂടെ നോക്കിയപ്പോൾ ഈ ഒരു തളിരിട്ട ഇലകൾ കണ്ടു മരത്തും. അതേപോലെ തന്നെ പിന്നെ എന്താണ് കണ്ടത്, ആ ഒരു ഈ ഒരു റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുന്ന സ്വീപ്പേഴ്സ്, റോഡ് സൈഡിൽ ഉണ്ടാവുന്ന സ്വീപ്പേഴ്സ് എന്തോ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് കരയായിരുന്നു. അവരോരോന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അലറിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രീഡത്തിനാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾസ് ഒരു ചോദിക്കും, അതൊരു വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. ദ ഓപ്പൺ വിൻഡോ സിംബലൈസ് ദ ഫ്രീഡം. ഓക്കെ, മെനി മാരിഡ് വുമൺ ഫീൽ ദാറ്റ് ദ ഫ്രീഡം ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദ മാരേജ്. എന്നുവെച്ചാൽ ഈ ഒരു മാരേജ് വന്നതോടുകൂടി ഒരു ഫ്രീഡം റെസ്ട്രിക്റ്റ് ആയിക്കൊണ്ട് വിചാരിക്കുന്നു കുറേ മാരിഡ് വുമൺസിനെ. ഓഫൺ ദേ ഹാവ് ടു ഡു ദർ തിങ്സ് ഇൻ പ്ലീസ് ദർ ഹസ്ബൻഡ് ഈവൻ ടഫ് ദേ മേ നോട്ട് ലൈക്ക് ദം. അപ്പോൾ ഈ ഒരു മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾ വൈഫ് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡ്സിന് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അവിടെ മിസ്സസ് മല്ലാഡ് തിങ്സ് ദാറ്റ് ഷീ ഈസ് ഫ്രീ ആൻഡ് ഷീ ക്യാൻ ഡു വാട്ട് എവർ ഷീ വാണ്ട്സ്. ഓക്കെ, അവളൊരു കാര്യം വിസ്പർ ചെയ്തിരുന്നു സ്വയം ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചു എന്ന് കേട്ടപ്പോൾ. ഫ്രീ 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 ബോഡി ആൻഡ് സോൾ ഫ്രീ. അപ്പോൾ നമുക്ക് ഇത് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഒരു വേർഡ്സ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ള ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷൻ, റിസീവിങ് ആൻഡ് എഡ്യൂക്കേഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനാണ്. അപ്പോൾ നമുക്കറിയാലോ ഈ ഒരു ചാപ്റ്റർ ഒരു സ്പീച്ചാണ്. അതായത് ഈ ഒരു നമ്മുടെ കോളേജ്, ന്യൂജേഴ്സിയിലുള്ള ഒരു കോളേജിൽ വെച്ചിട്ട്, അതായത് ഡഗ്ലസ് കോളേജിൽ നമ്മുടെ നമ്മുടെ ഒരു സ്പീക്കർ ആൻഡ്രിച്ച് പോയിട്ട് സ്പീച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സ്പീച്ച് രണ്ട് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു ടീച്ചർമാർക്ക്, അതൊരു വുമൺസ് കോളേജാണ്. അവിടെ നടത്ത സമ്മറിൽ പറഞ്ഞല്ലോ വുമൺസ് കോളേജാണ്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്, അവിടെയുള്ള വുമൺ സ്റ്റുഡൻസിനും, രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വുമൺസ് ടീച്ചേഴ്സിനും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ചോദിച്ചേക്കുന്നത് എന്താണ്, ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷനും റിസീവിങ് ആൻഡ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് മുന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ. ഇവിടെ ടു ക്ലെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ്ഫുൾ ഓണർ, അതായത് നമുക്കൊരു ആവശ്യം, നമുക്കൊരു അവകാശമാണ്, നമ്മളുടേതാണ് അത് ഓൾറെഡി, അപ്പോൾ നമ്മളത് എടുക്കുന്നു, ക്ലെയിം ചെയ്തെടുക്കുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ടു ക്ലെയിം മീൻസ് ടു ടേക്ക് റൈറ്റ്ഫുൾ ഓണർ, ടു അസർട്ടൈൻ ദ ഫേസ് ഓഫ് ദ പോസിബിൾ കോൺട്രഡിക്ഷൻ. ടു റിസീവ് മീൻസ് ടു കം ഇൻ ടു പൊസഷൻ, എന്നുവെച്ചാൽ നമ്മളൊരു പൊസിഷനിൽ എത്തിച്ചേരുക. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ടു ആക്ട് ആസ് എ റെസിപ്പിൾ ഓഫ് കണ്ടെയ്നർ,
ആക്സെപ്റ്റ് ഓർ അതൻറ്റേറ്റീവ് ഓർ ട്രൂ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സമ്മറിയിൽ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് അത്രയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡൈൻ ദ ഫേസ് ഓഫ് പോസിബിലിറ്റി കോൺട്രഡിക്ഷൻ. നെക്സ്റ്റ് ആണ് റിസീവ് എന്ന് പറഞ്ഞാൽ ടു കം പൊസഷൻ ഓർ ടു container. Okay, അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫോർ വുമൻസ് ഇറ്റ് ക്യാൻ ബി ലിറ്ററലി മീൻ ഫോർ ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. വുമൻസിനെ സംബന്ധിച്ച് ഒരു ലൈഫ് ആൻഡ് ഡെത്തിന് ഉള്ളിലുള്ള ഒരു ലിറ്റററി മീൻ ആയിട്ട് വരും. അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഡു ആഫ്റ്റർ ദ പിക്നിക്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ ശരൺ കുമാർ ലിംബാളയുടെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ് ചാപ്റ്റർ? ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമ്മറൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി ഒരു ചാപ്റ്റർ എന്ന് വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ. ഇനി നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ദ ഡേ ആഫ്റ്റർ പിക്നിക് ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു റൈറ്റ് ആൻഡ് എസ്സേ ഓൺ പിക്നിക്. അപ്പോൾ പിക്നിക്കിന് പോയി വന്നിട്ട് പിറ്റേ ദിവസം ടീച്ചർ എന്താണ് ആവശ്യപ്പെട്ടത്? ഒരു എസ്സേ എഴുതാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു ശരൺ ലിംബാളിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയത്. എന്താണ് എഴുതേണ്ടത്? ടീച്ചർ അവരെ ഇൻസൾട്ട് ചെയ്തിരുന്നല്ലോ. അതുപോലെ സൺ ഓഫ് ബിച്ച് എന്നൊക്കെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്തില്ലേ. അപ്പം അതാണ് എഴുതേണ്ടത്. അതോ ഇവർ ടൂറ് പോയപ്പോൾ ഹൈ കാസ്റ്റ് ഗേൾസൊക്കെ ബോയ്സും വേറെ സെപ്പറേറ്റ് ആയിട്ട് ഷെയ്ഡുള്ള ട്രീയുടെ അടിയിൽ ഇരുന്നില്ലേ. ഇവരാണെങ്കിൽ ഷെയ്ഡില്ലാത്തവരാണെങ്കിൽ ട്രീയുടെ അടിയിൽ ഇരുന്നത്. അപ്പം ആ കാര്യങ്ങളാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പം ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ ആ എല്ലാ സ്റ്റോറിയും മൊത്തത്തിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് ഇതൊക്കെ നമ്മൾ എഴുതേണ്ടതാണ്. ഇനിയിപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു മാക്സിമം ഒരു പേജ് 1.25 പേജൊക്കെ ആയിട്ട് എഴുതാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ കുഡ് ദ നറേറ്റർ ഗോ ഓഫ് ആൻഡ് ദ കോഡ് ഫോളോ ദ ട്രയൽ ഹെർ പൊട്ടൻഷ്യൽ ഓഫ് ഹസ്ബൻഡ്സ്. അതിന് ആൻസർ ആയിട്ട് പറഞ്ഞാൽ ഷീ കുഡ് നോട്ട് ഓഫ് ആൻഡ് ഗോ ബിക്കോസ് ഷീ വാസ് വർക്കിംഗ് ഇൻ എ ഫാം സ്കൂൾ. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇഫ് വി ലെറ്റ് ദം ഇൻ ദേ വിൽ സ്റ്റീൽ അവർ ബ്രെഡ്, ഡെയിലി ബ്രെഡ്. അപ്പോൾ ഇത് നമ്മുടെ ഹിറ്റ്ലറിൻ്റെ വേർഡ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സമ്മറിയിൽ എന്ന് വെച്ചാൽ ഈ ഒരു വേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റെഫ്യൂജീസിനെ അവരുടെ കൺട്രിയിൽ നിന്ന് പുറത്താക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്നാണ് W.H. ഓഡൻ്റെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, എല്ലാ രീതിയിലും ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തണ്ടർ റംബ്ലിംഗ് ഇൻ ദ സ്കൈ വാട്ട് ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തണ്ടർ റംബ്ലിംഗ് ഇൻ ദ സ്കൈ ദ വോയിസ് ഓഫ് ഹിറ്റ്ലർ സേയിങ് ദാറ്റ് ദേ മസ്റ്റ് ഡൈ, ദേ മീൻ ജൂസ്. അപ്പോൾ ഈ ഒരു ജൂസിനെ കുറിച്ചാണ് പറയുന്നത്. ജൂത മതക്കാരെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അത് ഹിറ്റ്ലറാണ് പറഞ്ഞേക്കുന്നത്. അവരെന്നെ നമ്മൾ ഈ ഒരു രാജ്യം കടത്തിയില്ലെങ്കിൽ അവർ ഇവിടുത്തെ ജോലികളൊക്കെ ജോലി ചെയ്യും. അങ്ങനെ ഇവരുടെ സമ്പാദ്യം മൊത്തം ഇവർ വേറൊരു കൺട്രിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ 2 തരത്തിലും വരാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ദ പൊളിറ്റീഷ്യൻ ഓർ ദ റൂളേഴ്സ് ഓഫ് ദ ഡെമോക്രാറ്റിക് കൺട്രി ഇൻ വിച്ച് ദ റെഫ്യൂജീസ് റഷ്ഡ് ഔട്ട് were willing to accept the because if they were allowed to come they will take the jobs and thus the local people will lose their jobs and thus their bread. അതായത് ഇപ്പോൾ ഈ ലോക്കൽ പീപ്പിൾസിനുള്ള ജോലിയൊക്കെ എന്ത് ചെയ്യും, ഇവർ ഈ വരുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് ജോലിക്ക് കയറും. അങ്ങനെ ലോക്കൽ പീപ്പിൾസിന് ജോലി നഷ്ടപ്പെടും. അങ്ങനെ അവരുടെ ഒരു ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ പൈസ കിട്ടാതെയും അപ്പോൾ ആ ഒരു പോവേർട്ടിയാവും. അപ്പോൾ അതാണ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5 മാർക്ക് സെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടാഗോർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ടാഗോർസ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഇസ് ഫ്രീഡം ഓഫ് ഫിയർ. അപ്പോൾ ഫ്രീഡം ഓഫ് ഫിയർ ആണ് ടാഗോറിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. The colonism imposed by the whites acts inside the fear of people, making the incapable for any progress through the action. അപ്പോൾ ഈ ഒരു വൈറ്റ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരവരുടെ ആക്ഷനിലൂടെ ഈ ഒരു കൊളോണിസം ആണ് അവിടെ ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, they have been crying to the burden of ages, they bend their heads and broken their back and blind their eyes to possess of the bright processing future. ഇതിൽ സ്ലേവറിനെ കുറിച്ച് മെയിനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സ്ലേവറി ഹാഡ് ബേർഡൻ വിത്ത് ദ ചെയിൻസ് ഓഫ് സ്ലീപ്സ് വൈൽ ടൈസ് ദം ഡൗൺ ഇൻ ദ സ്റ്റിൽനെസ് ഓഫ് ദ നൈറ്റ്, മിസ്റ്ററിംഗ് ദ സ്റ്റാർ സ്പീക്സ് ഓൺ ദ സബ്മിറ്റി ഓഫ് ഇറ്റ്. അപ്പോൾ ഇത് ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു സമ്മറിയിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അൺലെസ് ദർ വാസ് എ ഫ്രീഡം ഓഫ് ഫിയർ ദ കൺട്രി ക്യാൻ നെവർ പ്രോഗ്രസ്. അപ്പോൾ ഒരു കൺട്രീനെ സംബന്ധിച്ച് ഫിയർ ഉണ്ടെങ്കിൽ ആ ഒരു കൺട്രിക്ക് ഒരിക്കലും പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദർ ഇസ് എ ഫ്രീഡം ഓഫ് ഫിയർ ദ കൺട്രി നെവർ പ്രോഗ്രസ്. അപ്പോൾ ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൺട്രി ഒരിക്കലും പ്രോഗ്രസ് ഇല്ല. അപ്പോൾ ഒരു പ്രോഗ്രസ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഈ ഒരു
ആൻസർ ആയിട്ട് വരുന്നത്. ഒരു കൺട്രി, ഇത് പൊളിറ്റീഷ്യൻസ് വരുമ്പോൾ ഈ ഒരു കൺട്രിയിലെ സ്ലേവറി വരികയാണ്, അവരെന്ന് പറഞ്ഞ് നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് സ്ലേവറി അടിമത്തം വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്, ബെൻഡൻ ദെയർ, ഇതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ്. ദേ ക്യാരി ഹാബിൻ burden of ages which have been bent their heads and broken their back, blind their eyes. അപ്പോൾ പൊളിറ്റീഷ്യൻസ് ഒക്കെ വരുമ്പോൾ ഇവരുടെ ഒരു സ്ലേവറിയാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു ടേംസ് നിങ്ങൾ നോട്ട് ചെയ്യാട്ടോ, അത് സെവസിനായിട്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബ്രോക്കൺ ദെയർ ബാക്ക് ആൻഡ് ബ്ലൈൻഡ് ദെയർ ഐസ്. അപ്പോൾ അവരുടെ തല കുനിയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ഫിയർ വരുമ്പോൾ അവർക്ക് ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ തന്നെ അവിടെ സ്ലേവറിയാണ്. അതുപോലെ ഒരു കൺട്രി ഒരിക്കലും അങ്ങനെ ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ആൻസർ കാണാം. ഇതിൽ മെയിനായിട്ട് നോട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ആൻഡ്രിച്ച് എലാബറേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ വൺ സെൽഫ്? ഇനി നമുക്ക് ആൻസർ നോക്കാം. വുമൻസ് ആർ ഓഫൺ ടോൾഡ് റെസ്പോൺസിബിലിറ്റി വൺ ഷുഡ് ഹാവ് കം സെക്കൻഡ് ഇൻ ദ റിലേഷൻഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അതേഴ്സ്. എന്ന് വെച്ചാൽ വുമൻസിനെ സംബന്ധിച്ച് അവരുടേതായ രീതിയിൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ സെൽഫ്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാനിത് കുറച്ച് കീ പോയിന്റ്സ് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഞാൻ കുറച്ചുകൂടി എക്സ്ട്രാ ഇനി നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം വയ്ക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് എഴുതാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഒരുപാട് പേര് നോട്ട്സ് ഇങ്ങനെ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നോട്ട്സോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറിങ് കൂടി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. ദ പെസിമിസം ഇൻ ദിസ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഉണ്ട്, ഇത് കുറച്ച് മുന്നേ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രയർ ചെയ്യാണ് ഗോഡിൻ്റെ അടുത്ത്. ഒന്നെങ്കിൽ ഒരു ഫിക്സ് ചെയ്യാണ്ട്, ഒന്നെങ്കിൽ ഒരു ഗേളായിട്ടോ അല്ലെങ്കിൽ ഒരു ബോയ് ആയിട്ടോ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഗോഡിൻ്റെ അടുത്ത് പ്രയർ ചെയ്യാണ്. ആ ടൈമിൽ ലാസ്റ്റ് ഈ ഒരു ഇദ്ദേഹം കൺക്ലൂഷനിൽ എത്തുകയാണ്, എന്തെന്ന് ഗോഡൻ എങ്ങനെയാണ് എന്നെ കാണേണ്ടതെന്നുള്ള അതായിരിക്കും ഗോഡിൻ്റെ ആൻസർ. അതുകൊണ്ടാണ് ഒരു ചേഞ്ചും വരാത്തതെന്നുള്ള ഒരു ഇതിൽ. ദർ ഇസ് ഹാർഡ്ലി എനി ഹോപ്പ് ഫോർ ചേഞ്ചിങ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂച്ചർ. അപ്പോൾ നെക്സ്റ്റ് ഫ്യൂച്ചറിലെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ള ഹോപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. There is an utter permission of the poem What It Is Like to Be a Transgender by Lee Mokobi. We see him as a glass chains, cathedral kneeling down and praying, dripping both of the hands in holy water and making sign of the crossing chest. He asked Jesus to fix him, but he did not answer. ഗോഡിൻ്റെ അടുത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, പക്ഷെ ഗോഡ് ഒരു ആൻസറും തന്നില്ല. അതാണ് എൻ്റെ ആൻസർ ആയിട്ട് തന്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. അത് സമ്മറിയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താൽ കാരണം ഇപ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ പൊളിറ്റിക്സ് ഓഫ് ദ ഫുഡ് ഇൻ ദ ഔട്ട്കാസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു ചാപ്റ്ററിൽ ഔട്ട്കാസ്റ്റ് ഷാരൻ ലിംബാലയുടെ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം ഒരു ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസും അവരുടെ വിഷമങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം ഇത് ഫുഡിൻ്റെ കേസായാലും ഹൈ കാസ്റ്റിലുള്ളവർ നല്ല ടേസ്റ്റി ഫുഡും ലോ കാസ്റ്റിലുള്ളവർ ബാഡ് ഫുഡും ഒരു കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഫുഡും ആ ഒരു ഇതിനെക്കുറിച്ച് നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇവൻ ദ ഫുഡ് ഓഫ് ദ വേരിയസ് കാസ്റ്റ് വാസ് ഡിഫറെൻറ്റ്. എല്ലാ കാസ്റ്റിനെയും ഫുഡിൻ്റെ ഇത് ഡിഫറൻസ് ആണ്. വിയർ ദ ടീച്ചേഴ്സ് ആൻഡ് ദ നറേറ്റർ കോളിംഗ് ഹിം ആസ് എ ബീഫ് ഫാസ്റ്റർ ആസ് ഈറ്റിംഗ് ബീഫ് ഇൻ സെൻസ്. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ബീഫ് കഴിക്കേണ്ട ഒരു സിന്നാണ് ഈ ലോ കാസ്റ്റിന് കേട്ടോ. We see that how they play in the students and teachers settle down to eat. ഇപ്പോൾ നമ്മൾ പറയാം ടീച്ചേഴ്സ് പറഞ്ഞാൽ നല്ല ഷെയ്ഡിലുള്ള ട്രീറ്റ് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ, പക്ഷെ ഈ ഒരു ലോ ക്ലാസ്സിലുള്ള പിള്ളേർ ലോ കാസ്റ്റിലുള്ള പിള്ളേർ അവർ അധികം ഷെയ്ഡൊന്നും ഇല്ലാത്തൊരു ട്രീറ്റ് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, അതുപോലെ ഈ ഒരു ബോയ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ സമ്മറിയിലൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ അതാണ് എൻ്റെ ആൻസറൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. ഗുഡ് ഫുഡ് വാസ് എ ലക്ഷറി ടു ലോ കാസ്റ്റ് പീപ്പിൾ. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എക്സാമിന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതൊക്കെ കുറച്ചുകൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. ദ ഹൈ കാസ്റ്റ് വൺ സെഡ് ദറ്റ് പ്രയർ ബിഫോർ ഈറ്റിംഗ് ദിസ് വിച്ച് വൺ നോട്ട് മേക്ക് ദ സെൻസ് ഓഫ് മഹാർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, ദേ ഓപ്പൺ ദെയർ ബർഡിൽസ് ഇൻ ദ ഹൈ കാസ്റ്റ് ചിൽഡ്രൻ ഓഫേർഡ് ദെയർ ഫുഡ് ടു അതർ ടീച്ചേഴ്സ്. ഹൈ കാസ്റ്റിലുള്ള ബോയ്സ് അവരുടെ ഫുഡ് എന്ത് ചെയ്യാണ്, ബോയ്സ് ആൻഡ് ഗേൾസ് ഈ ഒരു ലോ കാസ്റ്റിലുള്ള കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് സംബന്ധിച്ച് നെക്ടറാണ് ഫുഡ്. അവർക്ക് ബാക്കി കിട്ടിയൊരു ഹൈ കാസ്റ്റിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഒരു നെക്ടറാണ്. നമ്മൾ സമ്മറിയിൽ പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ഹാപ്പിനെസ് ആൻഡ് സെൽഫ് ഡെലൂഷൻ അക്കോർഡിംഗ് ടു ദ ഹെറാരി. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നിന്നുണ്ട് 5 മാർക്ക് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്, എസ് എ ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉണ്ട്. തൊബാത്ത് എക്സിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. ആ ഒരു ചാപ്റ്ററിൻ്റെ അനലൈസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു ചാപ്റ്ററിൽ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു പാർട്ടീഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ സമ്മറിയിലൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ നോട്ട്സ് ജസ്റ്റ് ഇങ്ങനെ കീ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ നോട്ട് ഇതിലൂടെ വെക്കുന്നുണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ
നോട്ട്സ് കിട്ടിയാൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യായിരിക്കും, അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും സമ്മറി അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ടൊബാക്ടെക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് ആ ഒരു പാർട്ടീഷൻ്റെ കേസ് അതുപോലെ ഹിന്ദു ലോയറിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെൻ്റലി ആയൊരു അതിലേപോലെ ആ ഒരു മുസ്ലിം ലീഡറിനെ കുറിച്ചിട്ടും ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ചീഫ് സിയാറ്റിൽ സ്പീച്ച് ഇസ് പവർഫുൾ റെസ്പെക്ട് ടു നേറ്റീവ് അമേരിക്കൻസ് റൈറ്റ് ആൻഡ് എൻവയോൺമെന്റൽ വാല്യൂ. ഈ ഒരു ചോദ്യത്തിലാണ് പറഞ്ഞത് ചീഫ് സിയാറ്റലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് നേറ്റീവ് അമേരിക്കൻസിന് എത്രയും റെസ്പെക്ട് കൊടുത്തിരുന്നു, അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് റൈറ്റ്സും എൻവയോൺമെന്റൽ വാല്യൂസ് ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്. അതിന് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കുക. എല്ലാതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ അത്ര ഈസി അല്ല. ഞാൻ ജസ്റ്റ് കീ പോയിന്റ്സും ഇതേപോലെ നോട്ട്സ് എക്സ്ട്രാ ഒപ്പം വെച്ച് പോകുന്നുണ്ട്. ചീഫ് സിയാറ്റിൻ്റെ സ്പീച്ച് തന്നെ പവർഫുൾ ആണ്. അതുപോലെ നേറ്റീവ് അമേരിക്കൻസിനെ കുറിച്ച് അവരുടെ റൈറ്റ്സും എൻവയോൺമെന്റൽ വാല്യൂസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയാറ് കൂടുതലും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, Kate Chopin. The story of an hour is an attempt of highlighting the scope of women oppressive marriage discussion. എന്നുവെച്ചാൽ ഒപ്രസീവ് മാരേജ് കഴിഞ്ഞതിന് ശേഷം വുമൻസിന് കുറേ ഓപ്പറേഷൻസ് നേരിട്ടായിരുന്നു. ആ ഒരു വുമൻസ് നേരിടുന്ന ഓപ്പറേഷൻസും ആ ഒരു അത് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ വിൻഡോ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറയുന്നത് വിൻഡോ എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആയിട്ടാണ് ഇതിൽ മിസ്സ് മലയാളം ഹസ്ബൻഡ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായ ചേഞ്ചസ്, എ കംപ്ലീറ്റ് ചേഞ്ച് ഓവർ ഹെർ. ഷീ സ്റ്റാർട്ടഡ് ടു തിങ്കിങ് ഓഫ് എ ഫൈൻ ഫ്യൂച്ചർ ഓഫ് ഷീ വോണ്ട് ഹാവ് ഹസ്ബൻഡ് കൺട്രോൾ ഹെർ. ഒരു ഹസ്ബൻഡ് മരിച്ചപ്പോൾ ആ ഒരു ഹസ്ബൻഡിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാനുള്ളത് അതേപോലെ എന്തെങ്കിലും ഫ്രീഡത്തിന് തടസ്സമായിട്ട് റെസ്ട്രിക്ഷൻ ആരും ഇല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഷീ വാസ് ഹാപ്പി, ഷീ വാസ് മോമസ് ഹെർ സെൽഫ് ഇൻ ഫ്രീ സോൾ ആൻഡ് ബോഡി ഫ്രീ. ആ ഒരു ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഫ്യൂജി ബ്ലൂസ് എന്ന ചാപ്റ്ററത്തെയാണ്. ഹൗ ഡസ് ദ ഓഡൻ കൺവേ ദാസ് ഹൊറർ ഓഫ് വാർ. ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. ആ ഒരു റിഫ്യൂജി ബ്യൂസിൽ, അതായത് ആ ഒരു അടിമത്തം, അതുപോലെ ഒരു എൻ്റെ ഹിറ്റ്ലറിൻ്റെ വേർഡ്സ്, ഹിറ്റ്ലർ വോയിസസ് റംബ്ലിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എഴുതാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. ആ ഒരു പോയം എഴുതിയിട്ടുള്ളത് എന്താണ് മാർച്ച് 1939 എഴുതുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ റെഫ്യൂജി ബ്ലൂസ് അതുപോലെ WH ഓർഡൻ ആണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എസ്സേ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതണം. പിന്നെ നമ്മൾ മെയിനായിട്ട് ആ ഒരു സ്റ്റോറി അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എഴുതുക. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തണം. സൈഗാസ്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ വരും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്ക് അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇല്ലെങ്കിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഏകദേശം പറഞ്ഞെത്തി.